നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. റീസെന്റ് ഞാൻ ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് കണ്ടു. അതായത് അർണോൾഡിന്റെ സണ്ണിന്റെ കോമ്പറ്റീഷനിലെ ബോഡി വെച്ചിട്ട് നമ്മളുടെ ഇപ്പോഴത്തെ കേരളത്തിലുള്ള ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിനെ ഫേക്ക് നാറ്റി എന്ന് പറയുന്നത്. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാച്ചുറലി അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കിനെ നമ്മൾ ആക്ച്വലി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അർണോൾഡിന് നല്ല ജനറ്റിക്സും ഉണ്ട്, നല്ല ബോഡി ഉണ്ട് വെച്ചാൽ അത് മകനും ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമില്ല. കാരണം ജനറ്റിക്സ് എന്ന് പറയുന്നത് ഫാദറിന്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, മദറിന്റെ സൈഡിൽ നിന്നും ഉണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പോയിന്റ്ലെസ് ആണ്. നാച്ചുറലി നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഫിസിക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ നാച്ചുറൽ കോമ്പറ്റീഷൻ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വെൽ കണ്ടീഷനിലാണ് ബോഡി ഇരിക്കുക എന്നുള്ളത്. നാച്ചുറലി ഞാനിവിടെ ആരെയും ഡിഫെൻഡ് ചെയ്യുന്നതല്ല. ലൈക്ക് നമ്മുടെ കേരളത്തിൽ ഫേക്ക് നാറ്റീസ് ഉണ്ട്, അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇവരെയൊക്കെ ഫേക്ക് നാറ്റിയാണെന്ന് പ്രൂവ് ചെയ്യാൻ കുറച്ച് കഷ്ടമായിരിക്കും, കാരണം എല്ലാവരുടെയും ലൂപ്പ് ഹോൾസ് ഉണ്ട്. വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഇല്ലാതെ ഒരാളെ നമുക്ക് ഫേക്ക് നാറ്റി എന്ന് പറഞ്ഞ് അക്യൂസ് ചെയ്യാൻ പറ്റൂല. ഇൻ കേസ് നിങ്ങൾ ഫേക്ക് നാറ്റി ആയിട്ടുള്ള ആൾക്കാരെ പ്രൂവ് ചെയ്തെന്ന് തന്നെ വിചാരിക്കുക, ആൻഡ് വാട്ട്, നത്തിങ് ഹാപ്പൻസ്, നോബഡി കേസ് ആൻഡ് ഹൂ കേസ്. ഈ ഫേക്ക് നാറ്റി പറയുന്ന ആൾക്കാരുടെ പുറകെ പോയി എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ച് സമയം കളയരുത്. യു ഹാവ് മോർ തിങ്സ് ടു ഡു അതർ ദാൻ ദിസ്. സോ അതിന്റെ പുറകെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്യരുത്.